ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീടിന്റെ എലിവേഷനും കാര്യങ്ങളും ഈ ഒരു ഏരിയ ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ അടുത്തൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 10-20ഓളം വില്ലകളാണ് അടുത്തടുത്തായിട്ടൊക്കെ വരുന്നത്. നമുക്ക് എന്നാലും ഒരു ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. കാരണം നിറയെ കോമ്പൗണ്ട് വാളുകളായിട്ട് അടുത്തടുത്തുള്ള വീടുകളല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെയാണ് എല്ലാ വീടുകളും തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്തായിട്ട് ചാർട്ടർ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. ചാർട്ടർ സ്കൂളിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കും കളക്ടറേറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്കും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്, 14 കിലോമീറ്റർ ആണ്. നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് 22 മിനിറ്റ്സ് കൊണ്ട് എത്താം. 19 കിലോമീറ്റർ മാത്രമാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഹോസ്പിറ്റലാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് 5.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ പുക്കാട്ടുപടിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി റോഡിൽ നിന്നും 200 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെയൊക്കെ പോകുന്ന റോഡ് തന്നെ നമുക്ക് ആദ്യം നോക്കിയാൽ കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നമുക്ക് ഇവിടെ എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. വീടിന്റെ മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റിൽ നല്ല ഡിസൈനുള്ള ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലും ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനിടയ്ക്ക് സിമെന്റ് കളറിന്റെ ആ ഒരു ഗ്രേ ഫിനിഷ് വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ഷൻ വരുന്ന ചില ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. മെയിൻ 2 കാർ പോർച്ചിന്റെ പില്ലറുകൾ നോക്കിയാൽ കാണാം കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലുള്ള ബാൽക്കണിയുടെ ഭാഗങ്ങളൊക്കെ GS സ്ക്വയർ ട്യൂബിന്റെ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് ലാൻഡിലാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1918 ആണ്. അപ്പൊ അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും നല്ലൊരു സ്ക്വയർ ഫീറ്റിലും ഒക്കെ ആയിട്ട് 4 ബെഡ്റൂമിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. പോർച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കവേർഡ് ആയിട്ടുള്ള പോർച്ചിൽ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതിന് തൊട്ടടുത്തുള്ള ആ ഒരു ഭാഗത്ത് കിണറിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അവിടെയും കൂടെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ടോട്ടലി 2 ചെറിയ കാറുകൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ താഴത്തെ ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പോർച്ചിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലൂടെ തന്നെ ആദ്യം ഒന്ന് പോയി നോക്കാം. പകുതി വരെ ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന, ബാക്കി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വിഡ്ത്തൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ആളുകൾക്ക് കടന്നു പോകാൻ സ്പേസ് കൊടുത്തിട്ടാണ് വീടിന്റെ റൈറ്റ് സൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ബിക്കോസ് ഇതിന്റെ താഴെ ഫ്ലോർ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിലൂടെ നമ്മൾ ചുറ്റി നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ആ ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാലും കാണാൻ നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇതിന്റെ ബഡ്ജറ്റ് ആണ്. ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ബഡ്ജറ്റിൽ 4 ബെഡ്റൂം വീട് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ കിണർ വരുന്നത്. വളരെ ആഴത്തിലുള്ള നല്ലൊരു കിണർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പുക്കാട്ടുപടി സൈഡിൽ വെള്ളത്തിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. നമുക്ക് കിണർ കൂടാതെ മറ്റൊരു ഫെസിലിറ്റി ഉള്ളത് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഫെസിലിറ്റി വരുന്ന KWയുടെ കണക്ഷനും കൂടിയാണ്. നമുക്ക് താഴെ ഒരു ടാങ്ക് നിങ്ങൾക്ക് കാണാം, 2000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. മുകളിലും ഒരു 2000. ടോട്ടൽ 4000 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ് നമുക്ക് KWയുടെ വാട്ടറിന് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. വെൽ വാട്ടറിന് വേണ്ടിയിട്ട് വേറെ മറ്റൊരു ടാങ്കും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിണറിന്റെ ഭാഗത്തൊക്കെ നോക്കിയാലും കാണാം GS സ്ക്വയർ ട്യൂബ് കൊണ്ട് ഭംഗിയായിട്ടൊരു ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം ഒരു 3 ചെയറുകളൊക്കെ ഇടാൻ പറ്റുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തും സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് പോർച്ചിന്റെ മുകളിലൊക്കെ നോക്കിയാലും കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു പോർഷനൊക്കെ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ഈ കാണുന്ന ഡോർ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ദർശനം വരുന്നത്, ഈ കാണുന്ന ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഡോർ വരുന്നത്. കംപ്ലീറ്റ്ലി തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടുമാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം റൂഫിലൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്രേ കളർ പെയിന്റും അതുപോലെ ആവശ്യത്തിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫ്രണ്ടിലെ റൂമിലെ വിൻഡോസ് നമുക്ക് നോക്കിയാലും കാണാം ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആഷ് കളറിൽ ഡിസൈൻ വരുന്ന ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. TVക്ക് ഇരിക്കാനുള്ള സ്പേസും അതിന് താഴെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് മൾട്ടിവുഡിൽ ആ ഒരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഈ ഒരു പാസേജിലൂടെ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളൊക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിലും കാണാം ഡൈനിങ് സ്പേസിന്റെ റൂഫ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് യെല്ലോ കളർ പെയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം വന്നിട്ട് നമുക്ക് മുകളിലേക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഡൈനിങ് ഹാളിൽ നമുക്കൊരു ഫാമിലിയിൽ ഒരു മാക്സിമം പോയാൽ ഒരു 4 അല്ലെങ്കിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളുകളെ ഇരുത്താൻ പറ്റിയ ഒരു 5 പേരെ വരെ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് റൂമിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിലുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതും കംപ്ലീറ്റ് ആയിട്ട് വെനിഷിംഗ് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള ഒരു വോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഏകദേശം ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക് സൈഡിലായിട്ടൊരു മിറർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ താഴെയൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് 2 എണ്ണം നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ലെഫ്റ്റിലുള്ള ബെഡ്റൂം തന്നെ ആദ്യം കണ്ടിട്ട് വരാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഈ രീതിയിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സിംഗിൾ കോട്ട് കട്ടലിടാനാണ് എന്തുകൊണ്ടും ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വിൻഡോസ് ഒക്കെ 2 സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 വിൻഡോസ് വെച്ചിട്ടാണ് 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ തന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ടൈലുകളുടെ ഒരു ഷെയ്ഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ടൈലുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റികളോടും കൂടി സെറയുടെ ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയ സിംഗിൾ കോട്ട് കട്ടലിടാവുന്ന സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ആണെങ്കിലും റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇവിടത്തെയും റൂഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടത്തേക്ക് വിൻഡോസ് വരുന്നത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ ആയിട്ടും ഇവിടെ 3 വിൻഡോസും ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണേണ്ടത് കിച്ചൺ ആണ്. കിച്ചൺ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. കുറച്ച് പോർഷനിൽ ഗ്ലാസും ബാക്കി വുഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കാണുന്ന വുഡൻ ഐറ്റംസും, അതായത് നമ്മൾ കബോർഡുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്.
ബാക്കിയുള്ള ഡോറ് വിൻഡോസ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ഡോറ് കംപ്ലീറ്റ്ലി തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ചെറുതേക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറുതേക്കിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. തേക്കൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പൊ മെയിൻ ഡോർ കൂടാതെ ബാക്കി വരുന്നതൊക്കെ ചെറുതേക്കിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫ്ലോർ വന്നിട്ട് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. കുറച്ച് കളർഫുൾ ആയിട്ട് ഗ്രിപ്പോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലാണെങ്കിലും എല്ലാവിധ അറേഞ്ച്മെന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കബോർഡുകളിലും മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം ഒരു നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളറിലാണ് വുഡിന്റെ ഒരു മിക്സറും കൂടെ കൂടിയിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. 3 വിൻഡോസ് നമുക്ക് ഈ ഭാഗത്ത് കാണാം. അത്യാവശ്യം നല്ലൊരു വെളിച്ചം കയറുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് ഈ ഭാഗത്താണ് 3 കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഡോറ് കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്ക് ഇറങ്ങാനുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിരുന്നതാണ്. വീടിന് ചുറ്റിനും നമ്മൾ നടന്ന് കാണിച്ചതാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. നമുക്ക് ബിൽഡറോട് സംസാരിച്ചിട്ട് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്ട്രിപ്പ് കയറി നമ്മൾ നേരെ മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. കയറി വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം 3 വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് മുകളിലത്തെ ഫ്ലോറിലുള്ള ആ ഒരു വലിയ ഹാളിന് നമുക്ക് അലോ ചെയ്തിട്ടുള്ള സ്പേസിലാണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വലിയ ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിൽ വർക്കുകളും നല്ല ഭംഗിയുള്ള പെയിന്റിങ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വലിയ ഹാള് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ ആ ഡോറ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് നിന്നും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഞാൻ കടന്നു വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കാണാം. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിലൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വെക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് തന്നെയാണ് മുകൾ ഭാഗം വരെ ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അടുത്തടുത്തായിട്ട് കാണുന്ന 2 ബെഡ്റൂമുകളാണ്. ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വോൾ നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വാൾ പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലും അത്യാവശ്യത്തിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ സൈഡിലും 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെയൊക്കെ കണ്ട ബാത്റൂമുകളിലെ ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് അടുത്ത ബെഡ്റൂം കിട്ടുന്നത്. കുറച്ചും കൂടെ വലുപ്പത്തിൽ ഒരു ഡബിൾ കോട്ട് കട്ടിലിടാൻ പറ്റുന്ന ഒരു വലിയ ബെഡ്റൂം. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് തന്നെ പറയാം. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിലൊക്കെ ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സും വർക്കുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷൻ വരുന്ന ഒരു വാർഡ്രോബാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് സിൽവർ കളറിൽ ആ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന കോമ്പിനേഷനാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമ്മൾ വീണ്ടും ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് മുകളിലത്തെ നിലയിൽ TV വെക്കാനും ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് TV വെക്കാനുള്ള ആ ഒരു സ്പേസ് വരുന്നത്. പവർ പ്ലഗും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു വഴി നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ താഴെ നിന്ന് നോക്കിയപ്പോൾ ഈ ഒരു GS സ്ക്വയർ ട്യൂബിന്റെ വർക്കുകളൊക്കെ ഇവിടെ കണ്ടതാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടും GS സ്ക്വയർ ട്യൂബ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുമാണ് ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുകളിലും അത്യാവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം 200 മീറ്റർ മാത്രം, ബസ് റൂട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്, 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. 10-20ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്താണ് ഈ ഒരു വില്ലയും സ്ഥിതി ചെയ്യുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നിറയെ തിക്കി തിരക്കി വില്ലകളുള്ള ഏരിയ അല്ല, അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടൊക്കെ നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ വില്ലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളപ്പോൾ അവർ ഏറ്റവും ആദ്യം നോക്കുന്നത് സ്കൂളും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്റർ ആണ് വരുന്നത്. അതുപോലെ ചാർട്ടേഡ് സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്, അവിടേക്ക് 1.7 കിലോമീറ്റർ ആണ് വരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അതുപോലെ ലുലു മാൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടേക്കൊക്കെ നമുക്ക് 20-25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. അപ്പൊ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഭംഗിയായിട്ടും നല്ല ക്വാളിറ്റിയിലും ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ബാക്കി ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. 4 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1918 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1918 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. KWയുടെ വാട്ടറും വെൽ വാട്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ചെറിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള റോഡിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. 65 lakhs എന്ന ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. വിളിക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതുപോലെ മനോഹരമായുള്ള വീടുകളുടെ വിശേഷങ്ങളൊക്കെയായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.